ഹണി റോസ് ആയിരുന്നു ഉദ്ഘാടനം. പക്ഷേ ചേട്ടൻ എന്തായാലും പോണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ വന്നില്ലേ? എന്താ ഷറഫുദ്ദീനെ പോലെ മുഖച്ചായുള്ള കുര്യാക്കോസ്. അമ്മേ 11 പവനാണ് കേട്ടത്. ഇത് അതിനേക്കാൾ പ്രഷ്യസ് ആണ്. അതായത് 2% താഴെ, അതിനേക്കാളും കുറവ് പണിക്കൂലിയില് വിഷുവിന്റെ പിറ്റേ ദിവസം വരയ്ക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിപ്പോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനില്ലേ, അവിടെ മെർലിൻ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് KMJ ഗോൾഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറി, കേരള മാനുഫാക്ചേഴ്സ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് കുറേ പേര് കൂടി, 90 പേരാ, അങ്ങനെ എത്രയോ കുറേ പേര് കൂടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധാരണക്കാർക്ക് തുടങ്ങാൻ പറ്റണമല്ലല്ലോ. അങ്ങനെയല്ല, കുറേ പേർക്ക് ഷെയർ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയുടെ പുതുക്കിയിട്ടുള്ള ഷോറൂമിന്റെ ഉദ്ഘാടനം ഞായറാഴ്ചയായിരുന്നു. അല്ല, ഞായറാഴ്ച ഹണി റോസ് ആയിരുന്നു ഉദ്ഘാടനം. ഹണി റോസ് ആയിരുന്നു ഉദ്ഘാടനം. പക്ഷേ ചേട്ടൻ എന്തായാലും പോണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ വന്നില്ലേ? എന്താ വരാഞ്ഞ്? അന്ന് മാപ്രണം കരയോത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കാരണം വരാൻ പറ്റിയില്ലേ. അപ്പൊ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിക്കാൻ എന്തുകൊണ്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ക്ഷണിക്കാൻ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇതിൽ കുറച്ച് പേര് ആണ് ഇപ്പം ഇതിൻ്റെ ഓണേഴ്സ്. അതിലത്തെ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ കുര്യാക്കോസാണ്. കുര്യാക്കോസിനെ അറിയാലോ, ഫറ ഡയമണ്ട്സ് നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഫറ ഡയമണ്ട്സിൻ്റെ കുര്യാക്കോസാണ് അതിലത്തെ ഒരാൾ. അപ്പോൾ കുര്യാക്കോസാണ് നമ്മളെ വിളിച്ചത്, ഇതിന് വരണം വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ വന്നിരുന്നില്ല. അപ്പം ഞങ്ങളിപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നേക്കാണ്. ഈ ഷോപ്പ് ഞങ്ങൾക്ക് കാണാനും നിങ്ങളെ കാണിച്ചു തരാനും വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് ഇവിടെ പുതിയ ഷോറൂമിൽ എന്തൊക്കെയുണ്ട് പുതുതായിട്ട്, ഇവരുടെ ഓഫറുകളുണ്ടോ, എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഇനി വിഷു വരല്ലേ, വിഷു മാത്രമല്ല മേടമാസം കല്യാണ ഇതുകളാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഷോപ്പൊന്ന് കാണുകയും ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാൻ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് കടയിലേക്ക് എത്തി. ഇതാണ് ഷറഫുദ്ദീനെ പോലെ മുഖച്ചായുള്ള കുര്യാക്കോസ്. നല്ല മുഖച്ചായില്ലേ? ഫറ ഡയമണ്ട്സിന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഷറഫുദ്ദീൻ എന്നാ പറയണേ, കുര്യാക്കോസിന് ഓർമ്മയുണ്ടാവും. അപ്പം ഇപ്പോൾ ഇതിപ്പോൾ 8 വർഷത്തോളം ആയിട്ട് ഇവിടെ തന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ KM ജ്വല്ലേഴ്സ് ആണിത്. അതിപ്പോൾ മാനേജ്മെന്റ് മാറി അല്ലേ, ഏറ്റെടുത്തു, റിനോവേഷനൊക്കെ നടത്തി, കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തി എന്നുള്ളതാണ് ഞങ്ങൾ കാണാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അറിയില്ല മാറ്റങ്ങൾ എന്താണെന്ന്, കാരണം ഞങ്ങൾ മുന്നിട്ട് വന്നിട്ടില്ല, ഞങ്ങൾ ഫറയിലേക്കേ പോയിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ ഷോപ്പിലേക്ക് കയറി വന്നപ്പോഴേ ഞങ്ങളിത് കണ്ടു കേട്ടോ, വെറുതെ നടന്നിട്ട് ഷൂട്ട് ചെയ്യണതിന് മുന്നേ. അപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മൾ ആകർഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത് 18 ക്യാരറ്റിൻ്റെ, അതായത് പണ്ട് നമുക്ക് കിട്ടിയിരുന്ന സ്വർണ്ണം ഉണ്ടല്ലോ, പിന്നെയല്ല ഒരു കാലയളവ് കഴിഞ്ഞപ്പോഴാണല്ലോ 916 വളരെ ഇതായിട്ട് പോയത്, എന്താ പറയുക, 916 മാറിയത്. മറ്റേ 18 ക്യാരറ്റ് ഇല്ലാണ്ടായി കടകളിൽ. അപ്പം ഇവിടെ ഒരു ഏരിയ 18 ക്യാരറ്റ് ഓർണമെൻറ്റ്സിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സ്വർണ്ണ വില അതുപോലെ ആയതുകൊണ്ട്. ഇന്ന് എത്ര വില ഗ്രാമിന്? എന്നും കൂടുന്നുണ്ട് അല്ലേ? 2290. അയ്യോ, 18 ക്യാരറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ഗ്രാം 6835 കിട്ടും. പണയം. അപ്പോൾ 18 ക്യാരറ്റ് നമുക്ക് ആദ്യം കാണാം കേട്ടോ. അവിടെ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇന്നത് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നല്ല നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു കുര്യാക്കോസിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട വേറൊരാൾ ഇത് ഇവിടെ നിൽക്കുന്നത്. അല്ല, റോസ് കളറിൽ ചുമന്ന് തൊടുത്ത മുഖം കവളൊക്കെ ഇട്ട ഒരാൾ നിൽക്കുന്നുണ്ട്. ഇതാണ് സെബു ചേട്ടൻ. ഈ ചേട്ടനുണ്ടല്ലോ, കണ്ണംകുളങ്ങര നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മാത്യൂസ് ചേട്ടൻ മരിച്ചപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവരെ ബന്ധുക്കളാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ അവിടെ വന്നപ്പോഴേക്കും അയ്യോ ദേ സരിതയുടെ വീട്, ദേ തുന്തുരുവിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ ചേട്ടനെയും കൊണ്ട് കയറി എൻ്റെ വീട്ടിലേക്ക്. ആ സമയത്ത് ഞാനും വന്നു. അത് നമ്മുടെ തൊട്ടയൽപ്പക്കായതുകൊണ്ട് ആ മാത്യൂസ് ചേട്ടൻ മരിച്ചപ്പോൾ അമ്മ വിളിച്ചിട്ട് ആളെ കാണാൻ ഞങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ചേട്ടൻ്റെ ചേച്ചി കുറേ സംസാരിച്ചിട്ട് ആ ചേച്ചിക്ക് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ആരാധികയാണ് നമ്മുടെ. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണം കൊണ്ട് എനിക്ക് നേരത്തിന് കറക്റ്റ് ആ വാക്ക് തന്നെ അന്നും പറഞ്ഞേ, സമാധാനം പോയി.
എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ രണ്ടാളുടെ ശബ്ദം മാത്രം, നേരത്തിന് ഭക്ഷണവും കിട്ടില്ല. അങ്ങനെ അപ്പൊ അന്ന് ആള് പറഞ്ഞിരുന്നു കേട്ടാ ഇവിടെ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ആളെ കണ്ടപ്പോ ആള് നമ്മളോട് സംസാരിച്ചപ്പോഴാ പെട്ടെന്ന് ഓർമ്മ വന്നത് അന്ന് നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതല്ലേന്ന്. ആളും കൂടി ഉണ്ട്, ഒരു പാർട്ട്ണറാണ്. ഇപ്പൊ 90 പേരോ മറ്റോ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇപ്പൊ ഒരു 11 പേരിലേക്ക് ഇത് ചുരുങ്ങിയുണ്ട്. അതിലത്തെ ഒരാളാണ് കുര്യാക്കോസ്, ഒരാളാണ് ഈ സെബു ചേട്ടൻ. ചേട്ടന്റെ വീട് കുരേശ്വരേട്ടാ, നമ്മുടെ വീടിന്റെ അടുത്ത് ഒല്ലൂർ പള്ളിയിലവിടെ. കുരേശ്വരല്ല അല്ലേ? അയ്യോ സോറി. അപ്പൊ നമ്മുടെ തൊട്ടടുത്താണ്. അപ്പൊ ഇനി നമുക്ക് ആഭരണങ്ങൾ കാണാം. അപ്പോൾ 18 ക്യാരറ്റിൻ്റെ സെക്ഷനിൽ ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ലൈറ്റ് വെയ്റ്റിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഈ ലൈറ്റ് വെയ്റ്റിൻ്റെ 916 എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് 18 ക്യാരറ്റാണ്. ഈ റോസ് ഗോൾഡൊക്കെ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം 916 ഉറപ്പ് കുറവായിരിക്കും പെട്ടെന്ന്. അതായത് സ്വർണത്തിൻ്റെ അളവ് കൂടും, തങ്കത്തിൻ്റെ അളവ് കൂടും തോറും ഉറപ്പ് കുറയും, പെട്ടെന്ന് പൊട്ടില്ലോ. അപ്പോൾ 916 നമ്മൾ ലൈറ്റ് വെയ്റ്റ് എടുക്കുമ്പോൾ ഡെയിലി യൂസിനൊന്നും പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. പക്ഷേ 18 ക്യാരറ്റ് ആകുമ്പോൾ ഉറപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇവിടെ കുറച്ച് നെക്ലസുകൾ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. റോസ് ഗോൾഡിൻ്റെ എടുക്കും, ഇതെടുക്കും. ആദ്യം തന്നെ നല്ല ഭംഗിയുണ്ട്. റോസ് ഗോൾഡും കൂടി ആയതുകൊണ്ടേ അട്രാക്ഷൻ കൂടും. സ്കിന്നിൻ്റെ മാച്ചായ കളറല്ലേ. ഇത് എത്ര ഗ്രാമാ? ഇത് 2 പവൻ. കുറേ ലെയറുകളായിട്ട്. എത്ര ലെയറാന്ന് നോക്കിയേ, എണ്ണാൻ പറ്റില്ല, എത്ര ഇതുകളുണ്ട്. അടുത്ത മാല നോക്കിയേ, ഇടയിൽ പേള് വരുന്നത്. നല്ല ഭംഗി. നെക്കിലേക്ക് വെച്ചാൽ ഭംഗി കൂടുന്നു, ഭംഗി കൂടുതൽ അറിയാൻ പറ്റും. അടിപൊളി. കൺഫ്യൂഷനായി. ഇനി അടുത്തത് ഇത് ഡയമണ്ട് സെക്ഷനാണ് കേട്ടോ. തൊട്ടുപ്പുറത്തേക്ക് തന്നെ മാറി എന്താ വെച്ചാൽ ക്യാമറയിൽ കുറച്ച് ഫ്ലിക്കറിങ് വരുന്നുണ്ട് ആ സെക്ഷനിൽ. അപ്പോൾ ഇങ്ങോട്ട് മാറിയിരുന്നതാണ്. പിന്നെ ഇവിടെ കാണാനും കൂടുതൽ ഭംഗിയുണ്ട്. ക്യാമറയിൽ കൂടുതൽ കാണാൻ ഭംഗി ഇവിടെ ഇരിക്കുമ്പോഴാണ്, ഇവിടെ വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് ഇനി ഓരോന്നും എടുത്ത് കാണിച്ചു തരാം. ഒക്കെ റോസ് ഗോൾഡാണ് കേട്ടോ 18 ക്യാരറ്റ്. അപ്പോൾ ഞാൻ ഓരോന്ന് ട്രയൽ നോക്കാൻ പോകട്ടെ. ഏതാ ഇഷ്ടപ്പെടണം വെച്ചെങ്കിൽ എടുത്തോളാനാണ് കുര്യാക്കോസ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്തൊരു ഭംഗിയാണ്. ഇതിന് ബാക്ക് ചെയിനൊക്കെ ഇവർ ഇട്ടരും കേട്ടോ. അടിപൊളിയുണ്ട്. അത് അവിടെ ഇരിക്കണ അത്ര ഭംഗി കഴുത്തിൽ വെച്ചപ്പോൾ എനിക്ക് തോന്നണില്ല. എൻ്റെ കഴുത്തിൻ്റെ കുഴപ്പമായിരിക്കും ഇട്ടിരുന്നോട്ടെ. ഈ കഴുത്തിൽ ഭംഗിയുണ്ട് ഇല്ലേ? ഭംഗിയെല്ലാം ഉണ്ട്. ഇത് എത്ര ഗ്രാമുണ്ട്? ഇതിപ്പോൾ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ തരേണ്ടി വരും? 2 പവൻ. 2 പവൻ. ഇത് എത്രയാട്ടാ വെയിറ്റ്? 1.5 പവനുള്ളൂ. ബാക്ക് ചെയിനും കൂട്ടുമ്പോൾ 1.5 പവൻ. ഇത് നോക്കി വേറൊരു മോഡൽ നോക്കി. നെക്കിലേക്ക് വെച്ച് നോക്കിയാലോ ഭംഗി കിട്ടുള്ളൂ. ഈഫൽ ടവറിന്റെ മറ്റേ ഇത് അതിന്റെ പോലത്തെ വർക്ക് അല്ലേ? ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് പേളിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ കഴുത്തിൽ വെച്ചപ്പോ അല്ലേ? നോക്കിയേ, നേരിട്ടാണ് ഭംഗിയുണ്ട്. കണ്ണാടയിലാണ് നല്ല ഭംഗിയുണ്ട്. നേരിട്ട് നല്ല ഭംഗിയുണ്ട്. സ്വർണ്ണ കടത്തി പോയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഉല്ലാസക്കുറവുണ്ടാവും. ഉറക്കം വരും ചേട്ടന്. 2 പവൻ തന്നെ 2.5 പവൻ ഉണ്ടല്ലേ? അടുത്ത് നമുക്ക് അജുവേട്ടന് പറ്റിയൊരു ചെയിൻ നോക്കിയിട്ടേ എടുത്തിട്ട് വരാം. എനിക്ക് ചെയിന് റോസ് ഗോൾഡില് ജെൻസിനുള്ളതും വരുന്നുണ്ട് അല്ലേ? നല്ല വെറൈറ്റി സാധനങ്ങള്. സാധാരണ ആണുങ്ങൾ ചേട്ടാ ആ ചെയിൻ മാറ്റിട്ട് ഇത് പറഞ്ഞെടുത്തോ. ഇത് ചെയ്യണല്ലേ? ഇത് അവിടെ പറയുന്ന എടുത്തിട്ടുള്ള തന്നെയാ. എന്റെ ഇതിട്ടോ വേണമെങ്കിൽ വിഷയമായിട്ട് അജുവേട്ടന് ഒരു ചെയിൻ ഇരിക്കട്ടെ. അടിപൊളി. ഒന്നുകൂടി ചെറുപ്പക്കാരനായി. നല്ല രസമുണ്ട് കേട്ടോ. അല്ല സാധാരണ ആണുങ്ങൾ ഇടുന്നത് മറ്റേ സച്ചിൻ അങ്ങനത്തെ ഒക്കെ അല്ലേ, കുറെ കാലങ്ങളായിട്ട് അങ്ങനെ. പക്ഷെ ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. വെറൈറ്റി. എന്തോരം ഇതെടുത്തു ചേട്ടൻ. എനിക്ക് വേണ്ട മാല ചേട്ടൻ എടുത്തോ. ചേട്ടന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതെ.
2 കപ്പാണ്. 18 ഗ്രാം അത് മാറ്റുവാണെങ്കിൽ ഇതാക്കാം നമുക്ക്. പാസരം മാറ്റി മാറ്റണില്ല. 18 ക്യാരറ്റ് റോസ് ഗോൾഡിന്റെ നെക്ലസുകൾ കണ്ടില്ലേ? ഇനി ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? 1/2 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. 1/2 ഗ്രാം 500 മില്ലി തൊട്ട് 500 മില്ലി തൊട്ടുള്ള ചെയിനുകളുണ്ട്. അത് നമുക്ക് 500 മില്ലിയുടെ ഒന്നും ചെയ്യാൻ കാണാൻ പറ്റുമോ? 500 മില്ലിയുടെ ചെയിൻ 500 മില്ലിയുടെ ചെയിൻ 500 മില്ലി 1/2 ഗ്രാമിന്റെ ചെയ്യുന്നൊന്ന് കാണാനാ. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര വരയ്ക്കുള്ളതുണ്ട് ഇതില്? ലൈറ്റ് വെയിറ്റ് 2-3 ഗ്രാം ഒക്കെ ഉള്ളേ? 1 ഗ്രാം 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം 5 ഗ്രാം അങ്ങനെ 2.5 പവൻ 3 പവൻ വരെ ഉള്ളതുണ്ട്. നോക്കി പെൻഡന്റ് അടക്കം 4 ഗ്രാം ഉള്ളൂ കേട്ടോ. അത് ഒരു വെറൈറ്റി തോന്നിയത് കൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. കണ്ണാടയിലും നോക്കാൻ പാ. അഞ്ഞൂറ് മില്ലിയുടെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. അവർ വെറുതെ പറയാൻ പറ്റും. അപ്പം എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് 500 മില്ലി 1/2 ഗ്രാമിൻ്റെ ചെയിൻ. കാര്യങ്ങൾക്ക് കൊടുക്കാം, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് ചെയിനാണ് കൊടുത്തതെന്ന് പറയുകയും ചെയ്യാം. ഇതെല്ലാം 500 മില്ലി 500 ഉണ്ട്. അതില് 1 2 ഉള്ളതുണ്ട്. 500 മില്ലി ഉണ്ട്. 500 മില്ലി ഉണ്ട് അതില്. അത് സ്വർണ്ണാണോ? അല്ല, ഗോൾഡ് 18 ക്യാരറ്റ് ഗോൾഡ് തന്നെ. ഇത് ജെൻസിനുള്ള 4 ഗ്രാമിന്റെ ചെയിനുകളാട്ടോ. നല്ല ഭംഗിയുണ്ട്. 2 ഗ്രാമിന്റെ ചെയിനാണ് കേട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ സെലക്ട് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ തന്നെ ഇവിടെ വന്ന് നേരിട്ട് കണ്ട് എടുത്തോളൂ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് കട മൊത്തം ഒന്ന് കാണാം. ഇനിയിപ്പോൾ ഈ അറ്റത്തുനിന്ന് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഈ നഗാസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് വളരെ മനോഹരമായ, ഞാൻ എടുക്കണില്ല, നല്ല ഇപ്പോൾ കല്യാണ പെണ്ണുങ്ങൾ കൂടുതലും 2 മാലയ്ക്ക് ഇടുള്ളൂ. അതിങ്ങനെ ഒരെണ്ണം, ഒരു നെക്ലസും പിന്നെ ഇങ്ങനത്തെ ഒരു ലോങ് ചെയിനായിട്ട്. ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണല്ലേ. ഇത് ശ്രീരാമ ലക്ഷ്മണ സീത ഒക്കെ അല്ലേ? അമ്മേ, ഇത് എത്ര പവൻ വരുന്നുണ്ട്? ഇത് 11 പവൻ. ഇത് ഈ മാല തന്നെ. ഈ നഗാസിൽ ഏറ്റവും വെയിറ്റ് കുറവ് വരുന്നത് ഏതാ? ഒക്കെ ഭയങ്കര വെയിറ്റ് ഉള്ള അല്ലല്ലോ? ലൈറ്റ് വെയിറ്റിന്റെ ഉണ്ട്. ഇതുണ്ട് നഗാസ് വർക്കിൽ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. 6 ഗ്രാം വരുന്നുള്ളൂ അല്ലേ? നോട്ടെ. അപ്പോൾ ഞാൻ ഇത് കഴുത്തിൽ വെച്ച് തരാം. ഇത് 6 ഗ്രാമിൻ്റെ നഗാസിൻ്റെ ആണ് കേട്ടോ. കല്യാണത്തിന്റെ എടുക്കാനല്ലേ അങ്ങോട്ടിരുന്നു. വെഡ്ഡിങ് പർച്ചേസിനുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ നഗാസിൻ്റെ 6 ഗ്രാമിൻ്റെ ഏറ്റവും വെയിറ്റ് കുറവിൻ്റെ കാണിച്ചില്ലേ, അത് തൊട്ട് 20 പവൻ വരയ്ക്കുള്ള പീസുകളുണ്ട്. ഈ ആൻറ്റീക്കിൽ മറ്റേ ലക്ഷ്മി അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ ടൈപ്പ് മോഡലുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോ ഇതെന്ന് പറയുന്നത് ടർക്കിഷ് കളക്ഷൻ, കുവൈറ്റി ഡിസൈൻ എന്നൊക്കെ പറയണത്. ഇത് എത്ര ഗ്രാം വരുന്നുണ്ട്? 5 പവൻ. 5 പവൻ. ഈ കുവൈറ്റി ഡിസൈൻ, അതായത് ഈ ടൈപ്പ് ഉണ്ടല്ലോ, 3/4 പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അയ്യോ, ഞാൻ മൈക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 3/4 പവൻ തൊട്ട് 10 പവൻ വരെയുള്ള ഐറ്റം വരെ ഉണ്ട് അല്ലേ? ഓക്കെ.
ഒരേ രീതിയിൽ എടുക്കുന്ന കൂടുതൽ ഭംഗിയുണ്ട്. കാരണം അവിടെ എടുക്കുന്ന കുറെ എണ്ണം ഇങ്ങനെ ലോക്കറ്റ് ഉള്ള ടൈപ്പ് അങ്ങനെ നടുവിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട്. അതല്ല ഇതുപോലത്തെ കണ്ട ഇതുപോലത്തെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കിടക്കണതേ, ലോക്കറ്റ് ഒന്നും സെൻറ്ററിൽ വരാണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. ഇവിടെ എല്ലാതും കുറേ ഐറ്റംസ് ഒക്കെ വെള്ള ബാക്ക്ഗ്രൗണ്ടിലും ഡയമണ്ടൊക്കെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തേക്കണം. പക്ഷെ ഇവിടെ മാത്രം സെൻറ്റർ ഒരു പോർഷൻ ഗ്രീൻ ഇതിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ നോട്ടം കിടെത്തും. അപ്പം ഞാൻ ചോദിക്കായിരുന്നു കുര്യാക്കോസിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭാഗം കൊടുത്തിരിക്കണേന്ന്. ഇവിടെ ഇരിക്കണത് ഓർണമെൻറ്റ്സും കുറച്ച് സ്പെഷ്യലും ആണ് കാണുമ്പോൾ. കണ്ട ഇവിടെ ഇരിക്കണതൊക്കെ സ്റ്റോൺസും പിന്നെ പേളും ഒക്കെ ഇട്ട് പലതരം സ്റ്റോൺസ് ഒക്കെ ഇട്ട്. ഈ സ്റ്റോൺസിന് തന്നെ പ്രത്യേകതയുണ്ട് അല്ലേ? സാധാരണ നമ്മൾ കാണുന്ന സ്റ്റോൺസ് അല്ല. ഇത് എത്ര പവൻ വരുന്നുണ്ട്? ഇത് 15 പവനാണ്. അതില് ടോട്ടൽ വെയിറ്റ് അതിൽ സ്റ്റോൺ വെയിറ്റ് എന്ത് വരും? സ്റ്റോൺ വെയിറ്റ് കുറച്ചിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 2.5 പവനോളം സ്റ്റോൺ വെയിറ്റ് വരും. അപ്പോൾ ഏകദേശം ഒരു 12 പവനോളം സ്വർണം വരണേ, ഗോൾഡ് വരണം. അപ്പം ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ്. അയ്യോ ഇതെന്തൊരു ഭംഗിയാണ് കാണാൻ. ഇതെടുക്കാൻ പറ്റുമോ? വളരെ മനോഹരം. അതെ അതിമനോഹരമാണ് ടീമാല. ആഹാ ആ വർക്കിൻ്റെ ഒരു ഇത് നോക്കിയ ഭംഗി. എന്താ ഫിനിഷിങ് അല്ലേ? ഇത് എത്ര പവനുണ്ട്? 20 പവൻ. 20 പവന്റെ മുതലാണ് ഈ കാണുന്നത്. അപ്പോൾ കല്യാണം നടക്കാൻ പോകുന്ന അടുത്ത മാസം മേടമാസത്തിൽ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളവർക്കൊക്കെ സ്വാഗതം. എട്ടേകാൽ പവനാണ് വരുന്നത്. മൊത്തം 11.5 പവനുണ്ട് കേട്ടാ സ്റ്റോണൊക്കെ അടക്കം. അതുപോലെ തന്നെ നോക്കി വേറൊരു മോഡല്. ഇതിലും സ്റ്റോൺ വെയിറ്റ് കൂടുതലായിരിക്കും തോന്നുന്നു. 14 പവൻ. ഇത് ബാംഗിൾ ടൈപ്പ് ഇല്ലേ? ആ അയ്യോ ഇത് ഭയങ്കര രസമുണ്ടല്ലോ. വാച്ച് ടൈപ്പ് പോലെ. മുടി ഇടുന്ന പോലത്തെ സാധനം. ഇതിനേക്കാളും എനിക്ക് ഭംഗി ഇഷ്ടമായത് ഇതാ. കണ്ട ഇത് അധികം വരില്ലാന്ന് തോന്നൂല. ഒരു 3 ഗ്രാമൊക്കെയുള്ളൂ. ഇങ്ങനെ ഇട്ടിട്ട് പ്രസ് ചെയ്യാം. യെസ് ആ അത്രേ ഉള്ളൂ. മോഡൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ജീൻസൊക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ സാധനം. രസമുണ്ട്. അങ്ങനത്തെ പല കളറുകളുണ്ട് കേട്ടാ. സിംഗപ്പൂർ കളക്ഷൻ എന്ന് പറയും. സിംഗപ്പൂർ കളക്ഷൻ. അയ്യോ എന്തൊരു ഭംഗി രാജ്കോട്ട് കളക്ഷൻ എന്നൊക്കെ പറയും. ആ നോക്കിയേ ഒരു മോഡൽ. ഇതിൻ്റെ ഈ നെക്ലസ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് പിന്നെ നമ്മുടെ നോർമൽ വർക്കുകളില്ലേ, കേരള ബോംബെ ബംഗാളി വർക്കുകളിൽ പെട്ട കുറച്ച് വർക്കുകൾ. ആ അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ? നമ്മുടെ ലൈറ്റ് വെയിറ്റ് വർക്കുകളില്ലേ. ആ ഇതൊന്നും വെയിറ്റ് ഇല്ല അല്ലേ? ഇത് 2.25 പവനുള്ളൂ. 2.25 പവനുള്ളൂ അല്ലേ? പക്ഷെ അങ്ങനെ പൊള്ളപ്പണി പോലെ തോന്നില്ല കേട്ടാ. ഇങ്ങനെ മാലകളുടെ ഒക്കെ അവിടെ നിന്ന് കമ്മലുകളുടെ സെക്ഷനിലേക്ക് വന്നു കേട്ടാ. പെട്ടെന്ന് നമ്മുടെ നോട്ടം പോകുന്ന ഒരു കമ്മലാണിത്. 1.5 പവനാണ് കേട്ടോ ഈ ജിമിക്കി. നമ്മുടെ സീമ ചേച്ചിനെയും കൊണ്ടുവരേണ്ടതായിരുന്നു. അപ്പോൾ ടർക്കിഷ് മോഡലിൻ്റെ ഒരു ജിമിക്കി ഞാൻ കാണിച്ചു തന്നില്ലേ 1.5 പവൻ്റെ. അതിൽ തന്നെ ആ മോഡലിൽ തന്നെയുള്ള വേറെ കുറേ കമ്മലുകളാണ് കേട്ടോ. ഇതൊക്കെ എത്രയോ വർഷം മുന്നത്തെ മോഡൽ. ഇപ്പോഴും ഇതിന് ഡിമാൻഡ് ഉണ്ട് അല്ലേ? ചോദിച്ചു വരുന്നുണ്ട്. അപ്പ് കെട്ടാന്ന് പറയണ മോഡൽ അല്ലേ? അപ്പ് കെട്ടാന്ന് അങ്ങടല്ലേ ഇതിനെ പറയാ? ആ ഡിസ്പ്ലേയിൽ വെക്കാണ്ട് വേറെ കുറെ ഐറ്റംസ് ഉണ്ടല്ലേ? അതായത് ഇത് മാത്രല്ല, നമ്മുടെ നെക്ലസ് ആണെങ്കിലും ബാംഗിൾസ് ആണെങ്കിലും എല്ലാ ഐറ്റവും ഡിസ്പ്ലേ ചെയ്യണതിന് ഒരു പരിധി ഉണ്ടല്ലോ അല്ലേ? പാലക്കാമാല നമ്മുടെ സീമ ചേച്ചിയുടെ പോലത്തെ പച്ച. ഇതിന്റെയൊക്കെ വളയും കമ്മലൊക്കെ ഇല്ലേ? നോക്കിയ റെഡ് നോക്കിയേ ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ. ഈ നെക്ലസും നല്ല ഭംഗിയുണ്ട്. ഈ ലോങ് ചെയിനും നല്ല ഭംഗിയുണ്ട്. മുല്ലമുട്ടുമാലയും നീല പാലക്കമാലയും.
ഇനി നമ്മൾ കാണുന്നത് ഇതൊക്കെ പ്രീഷ്യസ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. ജസ്റ്റ് നമ്മുടെ ഇതുവരെ കണ്ടത് ഇപ്പൊ പ്രഷ്യസ് അല്ലേ? അതുമാണ് ഇത് അതിനേക്കാൾ പ്രഷ്യസ് ആണ്. നവരത്ന നെക്ലസ് എന്നാണ് ഇതിന്റെ പേര്. ഞാൻ ഇട്ട് കാണിച്ചു തരാണെങ്കിൽ കണ്ടോ, നവരത്ന. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 മോഡലുകളാണ് ഇത് രണ്ടും. കാണുന്നുണ്ട്, കൺഫ്യൂഷൻ ആയിട്ടിരിക്കണേ. വിഷുവായിട്ട് ഏതെടുത്ത് കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ഉറക്കം വന്നിട്ടാണ് ചേട്ടനിരിക്കണത്. പിന്നെ ഇത് നോക്കി ഭയങ്കര വെറൈറ്റി ഒരു സാധനം. ഇതെന്തിട്ടാണ് ഈ ചുറ്റുള്ള കറുപ്പ്? ഇനാമലാണത് അല്ലേ? ഇത് അഷ്ടലക്ഷ്മി അങ്ങനത്തെ വല്ല സാധനമാണോ? ഇത് സെൻട്രൽ ലക്ഷ്മിയാ? ഇത് 3-3.25 പവനാണ് കേട്ടത് വരുന്നത്. നമ്മളിങ്ങനെ അധികം കാണാത്തൊരു മോഡല്. 3.25 പവനാണ് കേട്ടത്. ഇത് എത്ര ഗ്രാമാ? 2 പവൻ. അല്ലാട്ടോ 3 പവൻ. അല്ല, ഇത് പിടിച്ച വെയിറ്റ് തോന്നി 3 പവൻ. 3 പവനുണ്ട് കേട്ടത്. ഇതിപ്പോ കുറച്ചുകൂടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നു എന്നുള്ളോട്ടാ. അടിപൊളി. ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? പറ്റില്ലല്ലോ. ഇത് വളകള് മറ്റേ നമ്മള് ടർക്കിഷ് ഡിസൈനുകൾ കണ്ടില്ലേ, മാല, അതിന്റെ വളകൾ, അതിന് മാച്ചാവുന്ന വളകൾ, ആന്റീക്കിന്റെ വളകൾ, ചെട്ടിനാട്, പാലക്ക വളകള്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വളകളാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ വെയിറ്റ് വരുന്നില്ല അല്ലേ? നോക്കിയേ, 4,800 വരണുള്ളൂ കേട്ടോ. ബ്രേസ്ലെറ്റും അല്ല, വളയല്ലാത്ത മോഡൽ, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങളാണിത്. ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡയമണ്ട് സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. ഡയമണ്ട് സെക്ഷന് മാത്രം എന്താ ഫറാന്ന് പേരിട്ടെ? ഇട്ടുന്ന് മാത്രം. അപ്പോൾ ഡയമണ്ട്സ് ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, നമുക്കൊന്ന് ഓടിച്ച് കാണാം. ഇത് നമ്മുടെ ഡയമണ്ട്സിന്റെ ലോക്കറ്റുകളുടെ കളക്ഷൻ ആട്ടോ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഇടയില് വേറൊരു സ്റ്റോൺ വെച്ചിട്ട് ചുറ്റും ഡയമണ്ടാ? താലി വരെ ഇതേ ഡയമണ്ട്. ഇത് താലിയാ? ആ, ഉള്ളിൽ റോമുണ്ട് അല്ലേ? അത് എത്ര ഗ്രാമാ വരുന്നേ? ഭയങ്കര ഭംഗിയുണ്ടല്ലോ കാണാൻ. 1.25 ഗ്രാം. ക്രിസ്ത്യൻസിന്റെ താലി ഉണ്ട് കേട്ടാ. കണ്ട, താലിമ ഒരു കുഞ്ഞു കുരിശായിട്ട്, ആ കുരിശുമ്മലാണ് ഡയമണ്ട്. നവരത്ന മോതിരങ്ങൾ പലതരം. ബാക്കിയൊക്കെ ഡയമണ്ടിന്റെ റിങ്സ് കേട്ടാ. നവരത്ന മോതിരം ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. 1.5 ഗ്രാമിന്റെ നവരത്ന മോതിരാണ് കേട്ടത്. ലേഡീസിന് പറ്റിയത് 1.5 ഗ്രാമുള്ളൂ. 1 ഗ്രാമിന്റെ ഉണ്ട്. ഗ്രാമിന്റെ വളകളാണ്.
ഓപ്പൺ ടൈപ്പില്ലേ. ഇതൊക്കെ ഓപ്പൺ ടൈപ്പ് ബാംഗിൾസ് ആണ് കേട്ടോ. ഓക്കെ, ഡയമണ്ട് തന്നെ. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാ? എവിടെ എൻ്റെ ഓപ്പൺ എന്ന് മനസ്സിലാവില്ല. അത് ഇങ്ങനെയാണ്. ഇത് ഓപ്പൺ ടൈപ്പ് അല്ല കേട്ടോ, ഇത് സാധാരണ നോർമൽ ഡയമണ്ട് തന്നെ. എത്ര ഗ്രാം ഉണ്ട് അത്? എത്ര പവനാ? 2 പവൻ. ഒരു വള 2 പവൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ വിഷു പിന്നെ ഇനോഗ്രേഷനൊക്കെ പ്രമാണിച്ച് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? നമുക്ക് വിഷു ആയിട്ടും ഇനാഗ്രേഷൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടും നമുക്ക് ഈ വിഷുവിൻ്റെ അന്ന് വരെ അതിൻ്റെ പിറ്റേ ദിവസം വരെ നമുക്കൊരു 1.9% നമുക്ക് കേരള, ബോംബെ, ബംഗാളി വർക്കുകൾ കൊടുക്കാം. അതായത് 2% താഴെ, അതിനേക്കാളും കുറവ് പണിക്കൂലിയിൽ കേരള, ബോംബെ, ബംഗാളി വർക്കുകൾ കിട്ടും. കൊടുക്കാം. വിഷുവിന്റെ പിറ്റേ ദിവസം വരയ്ക്കുള്ളൂ. പിറ്റേ ദിവസം വരെ, അതായത് 16-ാം തീയതി വരെ, ചൊവ്വാഴ്ച വരെ. വിഷുവിന്റെ അന്ന് തുറക്കും. അന്നും തുറക്കും. വിഷുവിന്റെ അന്ന് ഓപ്പൺ ആണ്. ഞായറാഴ്ച തലേദിവസം, ഞായറാഴ്ച ഒക്കെ തുറക്കും. അപ്പൊ ഞായർ. അപ്പൊ ഇനി ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് എന്നാണെന്ന് പറയാൻ പറ്റില്ല. ഒരു 3-4 ദിവസം നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴത്തേക്കും വേഗം വന്നോളൂ. ഈ ഓഫർ തീരുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. മറ്റുള്ള വർക്കുകൾ എടുക്കുകയാണെങ്കിലും അതിലും നമുക്ക് കുറവുണ്ട് കേട്ടോ. നോർമൽ ഉള്ള റേറ്റിനെ വിട്ടിട്ട് കുറച്ച് കുറയും. ശരി ശരി. അപ്പം ഇനി ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരും. സരിതയ്ക്ക് ഒരു നെക്ലസ് എടുത്ത് കൊടുക്കാനായിട്ട് വരും. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സീമ ചേച്ചിക്ക് കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സീമ ചേച്ചിനെ വിളിച്ചത് വരുമ്പോ ചേച്ചി കുറച്ച് സ്വർണം എന്തൊക്കെയോ കുറച്ച് മോഡലുകളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞു. വീഡിയോ കണ്ടിട്ട് വരാന്നാ പറഞ്ഞേ. അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വീഡിയോയിൽ അതിന് കുറേ ഒന്നും കാണിച്ചിട്ടില്ല. കാണിക്കുകയാണെങ്കിൽ അത്ര അധികം ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ ഇല്ലാണ്ട് മറ്റേ ഇതിലിരിക്കണത് വേറെ, ബോക്സുകളിലായിട്ടൊക്കെ ഇരിക്കണത് വേറെ. അപ്പൊ എന്തായാലും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ. ഇല്ല, ഇത് കൂടാണ്ട് അണ്ടർഗ്രൗണ്ടിലുണ്ട്. പിന്നെ അവിടെ ഉണ്ട്, മെർലിൻ്റെ അവിടെയും പാർക്ക് ചെയ്യാം. അപ്പൊ ഇഷ്ടം പോലെ പാർക്കിങ്ങാണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോവാടാ.